മിഡിൽ ഈസ്റ്റ് രാജ്യമായ സൗദി അറേബ്യ അവരുടെ ദേശീയ ഗാനം മാറ്റാൻ പോകുന്നു. അത് മാറ്റിയെഴുതാൻ ചുമതലപ്പെടുത്തിയത് ഒരു ജൂതനെയാണ്. അപ്പോൾ കേരളത്തിലടക്കം ഇസ്രായേലിനോട് വിരോധം പുലർത്തുന്ന കുറേ അധികം ആളുകളുണ്ട്. അവർക്ക് താങ്ങാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഉടനെ പറയാം, ഈ സൗദി ഇങ്ങനെയല്ല, ഇതല്ല ഞങ്ങളുടെ സൗദി. അപ്പോൾ സൗദി മാറുമല്ലേ? സൗദി മാറും എന്ന് പറയാം. ഇപ്പോൾ ഈ സൗദി അറേബ്യ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് സൗദി ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള ഏറ്റവും വലിയ വിഷണറിയായ മഹാനായ ഭരണാധികാരിയുടെ പേരിലാണ്. ഞാൻ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള രാജ്യത്തലവന്മാരിൽ ഒരാൾ MBS ആണ്. കാരണം അദ്ദേഹം കാണുന്ന ഒരു സ്മാർട്ട്നെസ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലും ചിന്തകളിലുമുണ്ട്. കാരണം പുതിയ ലോകം എങ്ങനെയായിരിക്കണം എന്ന് ആലോചിക്കുകയും ഇനി ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതായാലും സൗദി അറേബ്യ എന്ന രാജ്യം ലോകത്തിൻ്റെ നെറുകയിൽ ഇതുപോലെ ശിരസുയർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മഹാനായ ഭരണാധികാരിയാണ്. പ്രായത്തിൽ കഴിഞ്ഞ പക്വതയും വിവേകവും കാണിക്കുന്ന ഒരു ഭരണാധികാരി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടമാണ് എന്ന് ഞാൻ എല്ലാ ടോക്കുകളിലും നമ്മുടെ എല്ലാ വർത്തമാനങ്ങളിലും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ സൗദി അറേബ്യ എന്ന രാജ്യത്തിന് നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല, 1947 വരെ ഒരു ദേശീയ ഗാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അബ്ദുൽ അസീസ് രാജാവ് 1947 ഈജിപ്ത് സന്ദർശിച്ചു. ഈജിപ്ത് സന്ദർശിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്, എൻ്റെ രാജ്യത്തിന് ഇവർക്കൊക്കെ നാഷണൽ ആന്തമുണ്ട്, ദേശീയ ഗാനമുണ്ട്. സൗദി അറേബ്യ എന്ന് പറയുന്ന എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുന്ന സൗദിക്ക് ഒരു ദേശീയ ഗാനമില്ലല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം അവിടുത്തെ ഈജിപ്ഷ്യൻ കവിയായ അബ്ദുൾ റഹ്മാൻ അൽ ഖദീബിനോട് പറഞ്ഞു, ഒരു ദേശീയ ഗാനം സൗദി അറേബ്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിത്തരാൻ പറഞ്ഞു. അങ്ങനെയാണ് 1947 ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആഷ് അൽ മാലിക് എന്ന ആൾ കമ്പോസ് ചെയ്ത ഒരു ദേശീയ ഗാനം സൗദി അറേബ്യയ്ക്ക് 1947 ശേഷം 48 ഉണ്ടാകുന്നത്. പക്ഷേ ആ ദേശീയ ഗാനത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ അറബി രാജ്യങ്ങൾക്കും ഉള്ളതുപോലെയുള്ള ഒരു ദേശീയ ഗാനം. അതിനെ വേറിട്ട് ഈ പറഞ്ഞതുപോലെ സൗദിയുടെ സ്വന്തം ഒരു ഐഡൻറ്റിറ്റി എടുത്തു കാണിക്കുന്ന രചനയോ ആശയമോ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസിഷനോ ഒന്നും അതിനുണ്ടായിരുന്നില്ല എന്നൊരു തോന്നൽ പൊതുവിലുണ്ടായിരുന്നു. അതുകൊണ്ട് 1984 ജൂൺ 29 സൗദി അവരുടെ വേറൊരു ദേശീയ ഗാനം അഡോപ്റ്റ് ചെയ്തു. അത് ഇങ്ങനെയാണ്, ലോങ് ലീവ് അവർ ബിലവഡ് കിങ്, ഞങ്ങളുടെ ബിലവഡായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട രാജാവ് ഒരുപാട് കാലം ജീവിക്കട്ടെ എന്ന സന്ദേശം പകരുന്നൊരു ഗാനം. ഓ മൈ ഹോം ലാൻഡ്, എൻ്റെ മാതൃഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് ലോങ് ലീവ് ദ കിങ് ഫോർ ദ ഫ്ലാഗ് ആൻഡ് ദ ഹോം ലാൻഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാവുന്ന മീനിങ്ങുള്ള ഒരു ദേശീയ ഗാനമാണ് ഇപ്പോൾ സൗദി അറേബ്യയ്ക്കുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ ഇബ്രാഹിം അൽ ഖഫാജിയോട് 1985 കിങ് ഫഹദ് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ട് അബ്ദുൾ റഹ്മാൻ അൽ ഖത്തീബ് എന്ന് പറയുന്ന ആൾ കമ്പോസ് ചെയ്തതാണ് ഇപ്പോൾ ഉള്ള ദേശീയ ഗാനം. ഓ മൈ ഹോം ലാൻഡ് എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ ദേശീയ ഗാനം. അത് കൊള്ളാം, അത് വർഷങ്ങളായി അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സൗദി പറയുന്നു, ഇപ്പോൾ ആദ്യമേ ഒന്നുണ്ടാക്കി പിന്നെ അത് മാറ്റി. ഇപ്പോൾ സൗദി അറേബ്യ അന്നത്തെ സൗദി അറേബ്യ അല്ല. നോക്കൂ, നമ്മുടെ ട്രംപിൻ്റെ കഴിഞ്ഞ ടൈമിൽ ഇസ്ലാം മതത്തിൻ്റെ ബദ്ധവൈരികളായ യഹൂദന്മാരുടെ രാജ്യമായ ഇസ്രയേലുമായുള്ള ശത്രുത അവസാനിപ്പിച്ച് അബ്രഹാം അക്കോർഡിലേക്ക് നീങ്ങിയ രാജ്യമാണ് സൗദി അറേബ്യ. ഇപ്പോൾ സൗദി ടെലിവിഷനിൽ മുമ്പൊക്കെ ജൂതന്മാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വില്ലൻ കഥാപാത്രങ്ങളായിരുന്നെങ്കിൽ വളരെ പോസിറ്റീവ് ക്യാരക്ടേഴ്സായിട്ട് ജൂതന്മാരെ ചിത്രീകരിക്കുന്ന റീൽസും TV സീരിയലുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ വലിയ തോതിൽ സൗദി മാറുകയാണ്. ജൂതന്മാരെ ബഹിഷ്കരിക്കുക, അവരുടെ പ്രൊഡക്ട്സ് ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല. ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ജൂതൻ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ആറ്റമിക് തിയറി ഉണ്ടല്ലോ, റൂതർഫോർഡ് അല്ലേ, അതെ. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ള ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരിൽ ഏറിയ പങ്ക് ജൂതന്മാരാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ജൂതന്മാരുടെ കോൺട്രിബ്യൂഷൻ വേണ്ട എന്ന് വെച്ചാൽ നമ്മൾ ഈ 14ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ടെക്നോളജി ഉൾപ്പെടെയുള്ള തിരിച്ചു പോകേണ്ടി വരുന്നു. വളരെ കൃത്യമായി അറിയാവുന്ന ആളാണ് MBS. അതുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ നമുക്ക് മാറിയ ലോകത്തിൽ അതിനനുസൃതമായിട്ടുള്ള ഒരു ദേശീയ ഗാനം ഉണ്ടാവണമെന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരമായിരിക്കണം ദേശീയ ഗാനം പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആൾ ജൂതനാണ്
പക്ഷേ ഒരുപക്ഷെ നമുക്ക് ഈ സംഗീതമൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം ഹാൻസ് സിമ്മർ എന്ന് പറയുന്ന ജൂതൻ. ഹാൻസ് സിമ്മർ ആരാണെന്ന് ചോദിച്ചാൽ ജർമ്മൻകാരനാണ്. ജർമ്മനിയിൽ ജനിച്ച, ഫ്രാങ്ക്ഫർട്ടിൽ 1957 ജനിച്ച വേൾഡ് ഫേമസ് മ്യൂസീഷ്യനാണ്. ഒരുപാട് വിഖ്യാതമായ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഫ്രാങ്ക്ഫർട്ടിൽ ജനിച്ച് 150 ശ്രദ്ധേയമായ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ ഈ ദേശീയ ഗാനം അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾ ഏൽപ്പിച്ചുവെന്ന് ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റി GEA, സൗദി അറേബ്യയുടെ GEAയുടെ ചെയർമാനായ തുർക്കി അൽ ഷജിത്ത് അറിയിച്ചിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് പറയുന്നതെന്നറിയോ, നമുക്ക് ഈ ലോകത്തിലെ എല്ലാ ദേശീയ ഗാനങ്ങളോടും കിടപിടിക്കുന്ന തരത്തിൽ മികച്ചതായിരിക്കണം, ഒരു കുറച്ചുകൂടെ ഫ്രഷായിട്ടുള്ള പുതുമയുള്ള ഒരു സ്വരം അതിനുണ്ടാവണം, വ്യത്യസ്തമായ സംഗീത ഉപകരണങ്ങൾ വേണം. അങ്ങനെ വളരെ ശ്രദ്ധേയമായ തരത്തിലേക്ക് ഇത് മാറ്റാൻ നേരത്തെ അറേബ്യ എന്ന് പറഞ്ഞ അദ്ദേഹം ഈ ഹാൻസ് സിമ്മർ ഒരു മ്യൂസിക് ആൽബം ചെയ്തിരുന്നു. അത് കേട്ടപ്പോൾ വലിയ പ്രചോദനം ഉണ്ടായി. അപ്പം ഈ പറഞ്ഞ പോലെ തുർക്കി അൽ ഷജിത്തിന് ഇത് തോന്നണമെന്നുണ്ടെങ്കിൽ അത് MBS തോന്നിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. അത് കാരണം അവിടുത്തെ ഭരണ സംവിധാനം അങ്ങനെയാണല്ലോ, സുപ്രീം അതോറിറ്റിയുടെ കൺസെൻറ്റ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിനും ഈ പറയുന്ന പോലെ പുതിയ അറേബ്യ എന്ന് പറയുന്ന ഈ ദേശീയ ഗാനത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലായതുകൊണ്ടായിരിക്കണം ഇദ്ദേഹത്തെ ഹാൻസ് സിമ്മറെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഹാൻസ് സിമ്മർ അത്ര ചെറിയ ആളൊന്നുമല്ല. അദ്ദേഹം മുമ്പ് ഖാലിദ് ബിൻ അൽ വാലിദിൻ്റെ കഥ പറയുന്ന ദ ബാറ്റിൽ ഓഫ് യാർമുക്ക് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അറേബ്യയുടെ സംസ്കാരവും അറേബ്യയുടെ ചരിത്രവും ഒക്കെ പറയുന്നൊരു സിനിമയാണ്. അതാണ് അദ്ദേഹം അന്ന് ചെയ്തത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എടുത്താൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകളെന്നൊക്കെ പറയുന്ന ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ എടുത്താൽ ലയൺ കിങ്, ഗ്ലാഡിയേറ്റർ, ഇൻസെപ്ഷൻ, ഡാൻഡ്രിക്ക്, ഇൻ്റർസെപ്റ്റർ, ഇങ്ങനെയൊക്കെ പറയുന്ന വിഖ്യാതമായ സിനിമകൾ ഉൾപ്പെടെ 150ഓളം സിനിമകൾക്ക് സംഗീതം പകർന്നിട്ടുള്ള ആളാണ് ഹാൻസ് സിമ്മർ. അപ്പോൾ ഒട്ടും ചെറുതല്ല. ലോകത്ത് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച ആളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഈ പാരമ്പര്യവാദത്തിൽ കടിച്ചു തൂങ്ങി ഞങ്ങൾ ചെയ്തത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതാണ് ശരി എന്ന് പറയുന്നത് സൗദി മാറ്റിവെക്കുകയാണ്. കാലത്തിനൊത്ത് നമ്മുടെ ദേശീയഗാനമാവട്ടെ, നമ്മുടെ സംസ്കാരമാവട്ടെ, നമ്മുടെ ഭക്ഷണമാവട്ടെ, നമ്മുടെ ജീവിത രീതികളാവട്ടെ, നമ്മുടെ വസ്ത്രമാവട്ടെ, നമ്മുടെ സമൂഹ ജീവിതമാവട്ടെ, എല്ലാം മാറണം എന്ന തരത്തിലേക്ക് സൗദി മാറുകയാണ്. എന്നുവെച്ചാൽ ഒരു 10 വർഷത്തിനപ്പുറത്തേക്ക് സൗദിയിൽ ലോകകപ്പ് ഫുട്ബോൾ വരെ നടക്കാൻ പോവുക. അല്ല, മൊത്തം സംസ്കാരത്തിൽ ഉൾക്കൊള്ളാൻ അവർ മാറുന്നല്ലേ എൻ്റെ അർത്ഥം? അല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. സൗദിക്ക് വേണ്ട സന്തോഷിക്കാം. ദൂരെ എറിഞ്ഞതൊക്കെ നമ്മൾ കൊട്ട വെച്ച് പിടിച്ച് വാങ്ങി നമ്മൾ ധരിക്കുന്നുണ്ട്. അവരുപേക്ഷിച്ചൊക്കെ മേടിച്ച് വിട്ടിട്ട് സൗദിയല്ല ലോക ഇസ്ലാമിൻ്റെ അടയാളം, സൗദിയെ ആര് നോക്കുന്നു? ഞങ്ങൾക്കിപ്പോൾ പുതിയ വാപ്പയുണ്ട്, എവിടെ അയത്തുള്ള അൽ ഖമനേയി ഉണ്ട്. എത്ര ദിവസം കൊണ്ടൊന്നും അറിയാൻ പറ്റും? അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല, കാരണം ഇവിടെ ഉള്ളത് മുഴുവൻ സുന്നിയല്ലേ, അവിടെ ഷിയയാണ്. വേണമെങ്കിൽ ഇടക്കാലത്തേക്കൊന്ന് വാപ്പാന്ന് വിളിക്കാന്നേ ഉള്ളൂ, പക്ഷെ പെർമനന്റ് വാപ്പയല്ല, തൽക്കാലത്തേക്ക്. നമുക്കൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ നേരത്ത് അടുത്ത് നിൽക്കുന്നവനെ വാപ്പ എന്ന് വിളിക്കുന്നത് പോലെ. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ കേരളത്തിലെ സുന്നികൾക്ക് ഈ ഖമനയോട് വല്ല സ്നേഹം ഉണ്ടാവും? ഒരു സ്നേഹം ഉണ്ടാവില്ല. ഖമനയുടെ കൈ കിട്ടിയാൽ ഖമനയും ഇവരെമാരെയൊക്കെ തട്ടും, കാരണം ഇവരൊക്കെ സുന്നികളാണ്. ഷിയക്കാർക്ക് കണ്ടുകൂടാ. തിരിച്ചു അങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള ശത്രുത വരുമ്പോൾ വേണമെങ്കിൽ ഷിയയെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ആളുകളാണ്. വേണമെങ്കിൽ ശകലം നേരം ഖമനയെയും വാപ്പ എന്ന് വിളിക്കാവുന്ന തരത്തിലാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ചില ആളുകൾ പെരുമാറുന്നത്. ഏതായാലും അവരെങ്ങനെ സഹിക്കുമെന്ന് അറിയാമല്ലോ. ഇവരുടെ വിശുദ്ധ രാജ്യമാണല്ലോ, വിശുദ്ധ പ്രദേശങ്ങളുള്ള മക്ക മദീനയൊക്കെ ഉള്ള അവിടെ ആ രാജ്യത്തെ ദേശീയ ഗാനം മാറ്റാൻ പോകുന്നത് വിലക്കപ്പെട്ട അവസാനത്തെ മരത്തിൻ്റെ പിന്നിൽ ഒളിക്കുമ്പോൾ ആ മരവും എൻ്റെ പിന്നിൽ ഒരു ജൂതനുണ്ട്, നീ വന്ന് കൊല്ലൂ മുസൽമാനെ എന്ന് പറയുന്ന ജൂതനെ കൊണ്ട്, ഹാൻസ് സിമ്മറെ കൊണ്ട് ഒരു ദേശീയ ഗാനം മാറ്റി എഴുതിക്കുന്നു എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം എത്രത്തോളം മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ആ പുരോഗമന ആശയത്തേക്ക് ഉൾക്കൊള്ളാൻ മറ്റു മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിയുമോ? എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇതിൻ്റെ ആൻസർ പറയാം ഞാൻ. ഇതിൻ്റെ ഇസ്ലാമിക് അതോറിറ്റി ഒന്നുമല്ലോ. അല്ല, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സൗദി ഇത്രയും മാറി എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അല്ല, നമ്മളിപ്പോൾ കുറച്ചും പറഞ്ഞില്ലേ, അതായത് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ജോർദാൻ രാജാവും ഈജിപ്ഷ്യൻ പ്രസിഡന്റും ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നോ പറയില്ല. ഏത് കാര്യമാണ്? അവരെ ഉൾക്കൊള്ളണം. അവരെ പലസ്തീനിൽ നിന്ന് അല്ലെ ഗസയിൽ നിന്ന് പലസ്തീനികളെ അങ്ങോട്ട് കൊണ്ടുപോകണം. ബട്ട് ആയിട്ട് നെതന്യാഹു ആയിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള പ്രസ് കോൺഫറൻസിലാണ് ഈ ചോദ്യം വരുന്നത്. ഇവർ രണ്ടുപേരും നോ പറഞ്ഞാൽ എന്ത് ചെയ്യും? പുള്ളിയപ്പോൾ പറഞ്ഞെന്താ, അവർക്ക് നോ പറയാനുള്ള അവസരം പോലും
കൊടുക്കില്ല. കൊടുക്കാതെ പുള്ളി പറഞ്ഞാൽ അവരൊരിക്കലും നോ പറയത്തില്ല, എനിക്ക് ഉറപ്പുണ്ട്. എന്നുവെച്ചാൽ ഇവരെ മൊത്തം അവർ സ്വീകരിച്ചോളൂ. ട്രാപ്പിലാക്കി അല്ലേ? ശരിക്കും അബ്ദുള്ള രാജാവിനെയും ഈജിപ്ഷ്യൻ ഭരണാധികാരി ഒരുപോലെ ട്രാപ്പിലാക്കി ട്രംപ്. അവർ നോ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് നോ പറയാൻ ചോയ്സ് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവർക്ക് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഉൾപ്പെടെ ഹമാസിന് വേണ്ടി നിലവിളിച്ച ആളുകൾക്ക് വരെ ഈ പലസ്തീനികളെ അവിടെ തൂത്തുപറിക്കും 15 ലക്ഷം പേരെ ഈജിപ്തിലും ജോർദാനിലുമായിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ പിന്നെ ഇവിടെ എത്ര പ്രകടനം നടക്കും? അപ്പോൾ ജൂതവിരോധം എന്ന് പറയുന്നത്, ജൂതന്മാരോടുള്ള വിരോധം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഗസയിലെ അധിനിവേശം കൊണ്ടോ ആക്രമണത്തിൻ്റെ പേരിലുള്ളതല്ല. പരമ്പരാഗതമായി ഇവരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ ജൂതനെയും കൊല്ലണം എന്ന് പറഞ്ഞതുകൊണ്ടുള്ള വിരോധമാണ്. അത്തരം വിരോധങ്ങൾ ഈ കാലഘട്ടത്തിന് യോജിക്കുന്നതല്ല എന്ന് മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നു എന്നതിൻ്റെ അടയാളമാണ് സൗദി അറേബ്യയുടെ പുതിയ മാറ്റം. ഒരു ദേശീയഗാനം മാറ്റിയുണ്ടാക്കാൻ ഒരു ജൂതനെ സൗദി ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ജീവിക്കുന്ന ആൾ അവിടെയൊക്കെ പറയുമല്ലോ ചിലർ അന്നം തരുന്ന നാട്. അന്നം തരുന്ന നാടിന് ഇങ്ങനെ മാറാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ജൂതവിരോധം, ഇസ്രായേൽ വിരോധം, മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകൾ മാറ്റിക്കൂടാത്തത്? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.